നമസ്തേ. IPL 17ാം സീസണിൽ രണ്ടാം മത്സരത്തിലും ജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുന്നേറ്റം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ 7 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ബംഗളൂരുവിനായി ബാറ്റിംഗിൽ വിരാട് കോഹ്ലി തിളങ്ങിയപ്പോൾ ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് കൊൽക്കത്ത വിജയം സ്വന്തമാക്കിയത്. IPLൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടം. എല്ലാ പ്രേക്ഷകർക്കും IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ പരാജയപ്പെടുത്തി തുടർച്ചയായ രണ്ടാം വിജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 7 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ സുനിൽ നരയനാണ് KKRന്റെ വിജയശില്പി. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടും പരാജയം രുചിക്കാനാണ് RCBക്ക് വിധിയുണ്ടായത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 182 റൺസ് നേടിയത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവാണ് RCBയുടെ സ്കോറിന് കരുത്തു പകർന്നത്. 59 പന്തുകൾ നേരിട്ട് താരം 83 റൺസുമായി പുറത്താകാതെ നിന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത ബംഗളൂരുവിനെ ഞെട്ടിച്ചു. ഓപ്പണറായി സ്ഥാനക്കയറ്റം ലഭിച്ച സുനിൽ നരയിൻ RCBയുടെ ബൌളിംഗിനെ ചിഹ്ന ഭിന്നമാക്കി. ബംഗളൂരുവിന്റെ സ്റ്റാർ ബൌളർ മുഹമ്മദ് സിറാജിനെ അടക്കം നിരന്തരം ബൗണ്ടറി കടത്തിയ സുനിൽ നരയിൻ 22 പന്തിൽ 47 റൺസാണ് സ്കോർ ചെയ്തത്. പിന്നീടെത്തിയ വെങ്കിടേഷ് അയ്യറും അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ കൊൽക്കത്ത അനായാസ വിജയം കൈപ്പിടിയിലൊതുക്കി. ഓപ്പണറായ ഫിൽസാൾട്ടും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും കൊൽക്കത്തയ്ക്കായി മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ സുനിൽ നരയിനാണ് കളിയിലെ താരം. വിജയത്തോടെ കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി. 2 പോയിന്റുള്ള ബംഗളൂരു ആകട്ടെ പട്ടികയിൽ 6ാമതാണ്. മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിലും ബോളിംഗ് നിരയുടെ ദുർബല പ്രകടനമാണ് RCBക്ക് തലവേദനയാകുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം. ഇന്നലെ മത്സരം കണ്ടിരുന്നു? അതെ, തീർച്ചയായും. കാരണം ഇന്നലത്തെ മത്സരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും RCB ആദ്യ മത്സരത്തിൽ ചെന്നൈയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ രണ്ടാം മത്സരത്തിൽ ഒരു മികച്ച ഒരു പഞ്ചാബിനെതിരെ മികച്ച ജയം സ്വന്തമാക്കി. പക്ഷേ ഇന്നലെ ചെക്ക് പോക്കിൽ സ്വന്തം കാണികളുടെ മുന്നിൽ അവർക്ക് സ്വന്തം, അതായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ അവർ മത്സരത്തിൽ അവർക്ക് പരാജയം രുചിക്കേണ്ടതായി വന്നു. അവര് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, നമുക്കറിയാം കൊൽക്കത്തയും RCBയും തമ്മിലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൊൽക്കത്തയ്ക്കാണ് എപ്പോഴും ഒരു ആധിപത്യം കൂടുതലുള്ളത്. RCB ഏറ്റവും അധികം മത്സരത്തിൽ കൊൽക്കത്തയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെ ഇന്നലെയും ആവർത്തിച്ചു. RCB ഒരു 182 റൺസ്, അവരെ സംബന്ധിച്ചിടത്തോളം ചിന്നസ്വാമിയിൽ അതൊരു പടുകൂറ്റൻ സ്കോറാണ്. പക്ഷേ അത് അനായാസം കൊൽക്കത്ത മറികടന്നു. മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നത്. നമുക്കറിയാം ആദ്യം ടോസ് നഷ്ടപ്പെട്ടാണ് RCB ഇന്നലെ ബാറ്റ് ചെയ്തത്. അത് വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനം. വിരാട് കോഹ്ലി മാത്രമേ ബാറ്റിംഗിൽ തിളങ്ങിയുള്ളൂ RCBക്ക് വേണ്ടി. അത് തന്നെയാണ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും വിരാട് കോഹ്ലി എന്നൊരു ഒറ്റയാന്റെ കീഴിലാണ് RCB ബാറ്റിംഗിൽ മികച്ച സ്കോറിലേക്ക് എത്തുന്നത്. പിന്നെ ദിനേശ് കാർത്തിക്കിന്റെ ഫിനിഷിംഗ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും. കാരണം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഈ മത്സരത്തിലും, അതായത് തുടർച്ചയായ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ മികവിലാണ് ടീം 182 റൺസ്, അത് 6 വിക്കറ്റ് നഷ്ടത്തിലാണ് RCB പടുത്തുയർത്തിയത്. പക്ഷേ അത് RCBയെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച സ്കോറായിരുന്നു. ഒരുപക്ഷെ ബൗളിങ്ങിലൂടെ മികച്ചു നിന്നിരുന്നെങ്കിൽ കൊൽക്കത്ത ഒരുപക്ഷെ RCBക്ക് അനായാസം പരാജയപ്പെടുത്തുവാൻ സാധിച്ചേനെ. പക്ഷേ RCB കൊൽക്കത്തയ്ക്കെതിരെ പരാജയം രുചിക്കേണ്ട ഒരവസ്ഥ. നമുക്കറിയാം രണ്ടാമത് ബാറ്റ് ചെയ്ത കൊൽക്കത്ത പവർ പ്ലേയിൽ അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ച. തീർച്ചയായും. കാരണം നമുക്കറിയാം ഓപ്പണറായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ച സുനിൽ നരയൻ, ബോളറാണ് അദ്ദേഹം, ഓപ്പണറായിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചു. അദ്ദേഹം ഓപ്പണിംഗ് സുനിൽ നരയനും കൂടിയുള്ള ആ പവർ പ്ലേയിൽ തന്നെ ഏകദേശം ബംഗളൂരു ആരാധകർക്ക് കാര്യം മനസ്സിലായി. അതെ, ബംഗളൂരുവിന്റെ ആ ആരാധകരുടെ ആരവം അപ്പോൾ തന്നെ ഒഴിഞ്ഞ ഒരവസ്ഥയായിരുന്നു. ആരാധകർക്ക് അപ്പോഴേ മത്സരം കൈവിട്ട് പോയ ഒരവസ്ഥ അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. കാരണം നമുക്കറിയാം സുനിൽ നരയൻ പവർ പ്ലേ ഓവറുകളിൽ RCB ബോളർമാരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് അടിച്ച് തകർത്തത്. മുഹമ്മദ് സിറാജ് ആയിക്കോട്ടെ, യശ് ദയാൽ ആയിക്കോട്ടെ, എല്ലാവരും തന്നെ
ഇന്നലെ ചെണ്ടയായിരുന്നു. ഇന്നലെ കണക്കിന് അടി മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇന്നലെ സിറാജ്, അതായത് നമുക്കറിയാം സിറാജ് ഭാരത ടീമിന് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന സിറാജിനടക്കം ഇന്നലെ പവർ പ്ലേയിൽ 46 റൺസാണ് സിറാജ് വഴങ്ങിയത്. അത് മാത്രമല്ല സുനിൽ നാരായൺ കേവലം 3 റൺസിനാണ് അദ്ദേഹത്തിന് അർദ്ധ സെഞ്ചുറി നഷ്ടമായി പുറത്താകുന്നത്. പക്ഷേ അത് 500ാമത്തെ T20 ആയിരുന്നു ഇന്നലെ സുനിൽ നാരായൺ. അതെ, അതായത് അദ്ദേഹം 3 റൺസിന് അർദ്ധ സെഞ്ചുറി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ അദ്ദേഹം വിജയം ഉറപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹം 47 റൺസ് എടുത്ത്. പിന്നെ എടുത്ത് പറയേണ്ടത് പിന്നീടത്തെ വെങ്കടേഷ് അയ്യർ അർദ്ധ സെഞ്ചുറിയുമായി മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ ഈ ഇരു താരങ്ങളുടെയും പ്രകടനം മാത്രമല്ല, കൊൽക്കത്തയിൽ ബാറ്റിംഗിൽ വന്ന എല്ലാവരും, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഫിൽ സാൾട്ടും അടക്കം മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത് അവർ അനായാസം, അതെ ഏതാണ്ട് 19 പന്തുകൾ ബാക്കി നിൽക്കെ അവർ ലക്ഷ്യം മറികടന്നു. ഒരുപക്ഷെ RCB ഒരു 200-ന് മുകളിൽ സ്കോർ പടുത്തുയർത്തിയെങ്കിൽ പോലും കൊൽക്കത്ത അത് മറികടന്നേനെ. കാരണം അത്രത്തോളം മികച്ച ഒരു ബാറ്റിംഗ് ആയിരുന്നു കൊൽക്കത്തയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ ബോളിംഗും അതുപോലെ മികച്ചിരുന്നു. സുനിൽ നാരായൺ ഇന്നലെ ഒരു വിക്കറ്റും സ്വന്തമാക്കി. എന്തായാലും നമുക്ക് ഈ മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങളും വിശകലനവും അറിയാം. നമുക്ക് BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അപ്പോൾ ഇന്നലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ സുനിൽ നാരായണിന്റെ ഒരു പോരാട്ടം എല്ലാവരും എടുത്തു പറയുന്നത് ഇന്നലെ അത് തന്നെയാണ്. കാരണം സുനിൽ നാരായൺ ഇന്നലത്തെ മത്സരത്തിൽ അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ച. അദ്ദേഹം ഓപ്പണറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. RCB ഉയർത്തിയ 182 റൺസ് അത് വെറും 16 ഓവറിൽ മറികടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ സുനിൽ നാരായണിന്റെ ഇന്നിങ്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? ഇന്നലെ ആദ്യമായിട്ട് KKRന്റെ ആ ബാറ്റിംഗ് മികവ്, അത് ഓരോ താരത്തിന്റെ, ഇപ്പോ സുനിൽ നാരായൺ മാത്രമല്ല, സോൾട്ട് അല്ല, വെങ്കടേഷ് അയ്യർ, എല്ലാവരുടെയും ആ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കൂ. സുനിൽ നാരായണന്റെ 240, മറ്റുള്ളവരെല്ലാം തന്നെ 150-ന് മുകളിൽ. അപ്പോ റോയൽ ചലഞ്ചേഴ്സിന്റെ ആ ബോളിങ്ങിന്റെ അഭാവം, അത് കുറവ് നമുക്ക് എക്സ്പോസ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് RCBയുടെ ബോളിങ്ങിന്റെ ഒരു കുറവ്. അത് ശരിവെക്കുന്ന രീതി 180 റൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ടോട്ടലാണ്. പക്ഷെ ബോളർമാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. എവിടെ പന്തെറിയണം? സിറാജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സിറാജിനെയൊക്കെ സുനിൽ നാരായൺ ഇനി എവിടെയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടതെന്നാണ് ചോദിച്ചാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ ദയാളായാലും ഒരു രീതിയിൽ ആ ഇമ്പാക്ട് ബോളർ VV കുമാർ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു മികച്ച രീതിയിൽ പന്തെറിഞ്ഞത്. അപ്പൊ നിരന്തരമായിട്ട് കാലാകാലങ്ങളിൽ RCBയുടെ ആ ഒരു കുറവ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. വിരാട് കോഹ്ലി ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ്. അപ്പൊ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിന്റെ മികവിൽ 180-ലധികം സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T20 ക്രിക്കറ്റിൽ നല്ലൊരു സ്കോർ തന്നെയാണ്. പക്ഷെ തുടക്കം സോൾട്ടും നാരായണും കൂടെ ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ കളി പൂർണ്ണമായിട്ടും KKRന്റെ പരിധിയിലോട്ട് കൊണ്ടുവരുന്നു. പിന്നീട് വരുന്ന വെങ്കടേഷ് അയ്യരായാലും ശ്രേയസ് അയ്യരായാലും ആ ഫ്ലോ, അതാണ് 2 വിക്കറ്റ് അവിടെ നഷ്ടപ്പെട്ടെങ്കിലും തിരിച്ച് വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും കൂടെ ഏറ്റവും മികച്ച രീതിയിൽ അനായാസം ആധികാരിക വിജയം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നേടുന്നു. ഇവിടെ ഏറ്റവും കുറവ് വീണ്ടും RCBയുടെ ആ ബോളിങ്ങിന്റെ കുറവാണ്. അത് എല്ലാ മത്സരങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ അത് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നുള്ള KKRന്റെ കോച്ച് എടുത്ത തീരുമാനം. സുനിൽ നാരായൺ, താങ്കൾ റിപ്പോർട്ടിലും അത് പറയുകയുണ്ടായി, വളരെ ശരിവെക്കുന്ന രീതിയിൽ നാരായണനെ ഓപ്പണിങ്ങിന് അയക്കുന്നു. അദ്ദേഹം ആ പവർ പ്ലേയിലെ കളി തന്നെ മാറ്റുന്നു. അപ്പൊ ഇവിടെ 180 എന്നുള്ളൊരു സ്കോറ് വളരെ കുറവായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം അടിക്കുന്നതെല്ലാം 6ഉം ബൗണ്ടറിയിലോട്ടും പോകുന്നു. അപ്പോ പൂർണ്ണമായിട്ടും KKR ഇന്നലെ മത്സരത്തിൽ ഏറ്റവും ആധികാരികമായിട്ട് വളരെ അനായാസം ആ ഒരു സ്കോർ മറികടക്കുന്ന ഒരു കാഴ്ച. ഇവിടെ വീണ്ടും പറയേണ്ടത് RCBയുടെ ഈ ബോളിംഗ് വെച്ച് അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് വിരാട് കോഹ്ലിയുടെ ആരാധകർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും സാർ. മാത്രമല്ല ഇന്നലത്തെ മത്സരം ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം പവർ പ്ലേ ഓവറുകളെ എങ്ങനെ കൃത്യമായി വിനിയോഗം ചെയ്യണമെന്നുള്ളത് ഇന്നലെ കൊൽക്കത്ത കൃത്യമായി കാണിച്ചു തന്നു എന്നുള്ളത് നമുക്കറിയാം. കാരണം പവർ പ്ലേ നമുക്കറിയാം, ഒരു ടീമിന്റെ ബാറ്റിംഗ് അവരുടെ സ്കോർ പരമാവധി ഉയർത്താൻ കഴിയുക പവർ പ്ലേ ഓവറുകളിലാണ്. അത് ഇന്നലത്തെ മത്സരത്തിൽ കൊൽക്കത്ത കൃത്യമായി കാണിച്ചു തന്നു. ഇപ്പോൾ കോഹ്ലിയുടെ പ്രകടനം നമ്മൾ എടുത്തു പറയുമ്പോൾ പോലും കോഹ്ലി 50-ലേറെ പന്തുകൾ നേരിട്ടാണ് അത്രയും റൺസ് സ്കോർ ചെയ്തത് കോഹ്ലി. അതേസമയം കൊൽക്കത്തയാകട്ടെ പവർ പ്ലേ ഓവറുകളെ പരമാവധി മുതലെടുത്ത്, അതായത് സുനിൽ നാരായൺ ഒരു ഭയവുമില്ലാത്ത, എല്ലും ഒരു ഭയമില്ലാതെയാണ് അദ്ദേഹം പവർ പ്ലേ ഓവറുകളിൽ അടിച്ചു തകർത്തത്. അപ്പോൾ പവർ പ്ലേ ഓവറുകളിൽ മറ്റു ടീമുകൾ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയല്ലേ സുനിൽ നാരായൺ ഇന്നലെ കാഴ്ചവെച്ച ആ പ്രകടനം? വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ അതിലാണ് ഞാൻ പറയുന്നത്, പവർ പ്ലേയിൽ എങ്ങനെ പന്തെറിയണമെന്ന്. ഇപ്പോ മുംബൈക്കെതിരെയോ ഇപ്പോ ബുംറയ്ക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള ടീമിന്റെ ബോളർമാർക്കെതിരെ ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെയാണ് ഇപ്പോ സിറാജിനെ പോലെയുള്ള ബോളർ മികച്ച ഒരു ബോളർ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് നാരായൺ അദ്ദേഹത്തെ നേരിട്ടത്? തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുക, ബോളറിന്റെ
ലെങ്തും ലൈനും കൺട്രോളും എല്ലാം പോകുന്നു. ദയാളിനെ അതുമാതിരി തന്നെ ആദ്യത്തെ 6 ഓവറിൽ കളി വിട്ടു കഴിഞ്ഞു. RCB കളി വിടുന്ന ഒരു കാഴ്ച. ഇവിടെ എങ്ങനെയാണ് പവർ പ്ലേയിൽ പന്തെറിയേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും RCB മറന്നുപോയി. പക്ഷെ മറ്റുള്ള ടീമുകൾ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇപ്പോ രാജസ്ഥാനെ എടുക്കുകയാണെങ്കിൽ ബോൾട്ടിനെയൊക്കെ ഇങ്ങനെയൊക്കെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ചെന്നൈയുടെ ആയാലും മറ്റുള്ള ഏത് ടീമിനെ എടുത്താലും ഇത്ര ദയനീയമായിട്ടൊരു പവർ പ്ലേ പന്തെറിയുന്നത് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇവിടെ അറ്റാക്ക് ചെയ്ത് സുരേന്ദ്രനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ആ 6 പേര് ബാറ്റ് ചെയ്ത 5 പേരുടെയും ശരാശരി സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ബാറ്റർമാരും ബാറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സോൾട്ട് ആയാലും അല്ലെങ്കിൽ നരയണായാലും പിന്നീട് വന്ന ശ്രേയസ് അയ്യർ, വെങ്കടേഷ് എല്ലാവരും അറ്റാക്ക് ചെയ്ത് കളിക്കുകയാണ്. അപ്പൊ ബോളർമാർക്ക് ഒരു രീതിയിലും സ്പിന്നേഴ്സ് ഈ ദാഗർ എന്നുള്ള സ്പിന്നറിനെയൊക്കെ വിക്കറ്റ് എടുത്തു, അദ്ദേഹം ശരിയാണ്. പിന്നീട് കണ്ടത് എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്ത് വെളിയിൽ അടിച്ചിടുന്നു. അപ്പൊ ബോളർമാർക്ക് പൂർണ്ണമായിട്ടും കളി കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച. പക്ഷെ മറ്റുള്ള ടീമുകൾക്കെതിരെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ഇവർക്ക് ലഭിക്കുമെന്ന്. പക്ഷെ എന്തായാലും ക്രിക്കറ്റാണ്, T20 ഗെയിമാണ്, അതിന്റെ എല്ലാം ആസ്വദിക്കാൻ സാധിച്ചു. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ പവർ പ്ലേയിൽ 80 റൺസ് അധികം വരുന്നു. അത് തന്നെ കളി KKR സ്വന്തമായിട്ട് എടുക്കുന്നു. പിന്നീട് വന്നവർ എല്ലാം തന്നെ ബാറ്റ് ചെയ്യുന്നു. ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെയായിരുന്നു. പക്ഷെ വീണ്ടും പറയുന്നു, കിങ് കോഹ്ലിയുടെ ആരാധകർക്ക് പൂർണ്ണമായിട്ടും ഈ ബോളിംഗ് വെച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വ്യക്തമാണ് സാർ. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിന്റെ ഗതി കൂടി പരിശോധിക്കുകയാണ്. IPL നിന്ന് പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടമാണ്. രാജസ്ഥാനോട് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ലക്നൌവിന് ഇന്നും ജയം തേടിയാണ് ഇറങ്ങുന്നത്. അതേസമയം പഞ്ചാബ് ആകട്ടെ ആദ്യ മത്സരത്തിൽ ഡൽഹിയോട് വിജയിക്കുകയും രണ്ടാം മത്സരത്തിൽ ബംഗളൂരുവിനോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് അഞ്ചാമതും ലക്നൗ അവസാന സ്ഥാനത്തുമാണ്. ലക്നൌവിലെ ഏക്ന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇപ്പോൾ പി രംഗനാഥൻ സാർ നമ്മളോട് ഒന്നുകൂടെ ചേരുകയാണ്. സാർ, ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് പഞ്ചാബ് ലക്നൗ പോരാട്ടമാണ്. നമുക്കറിയാം ആദ്യ മത്സരത്തിൽ പഞ്ചാബ് ഡൽഹിയെ പരാജയപ്പെടുത്തി ബംഗളൂരുവിനോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിനെത്തുന്നത്. അതേസമയം ലക്നൗ ആകട്ടെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിന്റെ രാജസ്ഥാനോട് പരാജയപ്പെട്ട് അവർ രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ മത്സരത്തിനെ സാർ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? നല്ലൊരു മത്സരം, തുല്യ ശക്തികൾ, അതാണ് വിശേഷിപ്പിക്കുന്നത്. KL രാഹുൽ അല്ലെങ്കിൽ ശിഖർ ധവാൻ, ഇവരുടെ ഒരു ടീമിന്റെ ആ ഒരു പെർഫോമൻസ് പ്രത്യേകിച്ച് ലക്നൌവിൽ ആ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ ആരാധകർ കൂടുതലും സൂപ്പർ ജയൻസിന്റെ സപ്പോർട്ടായിരിക്കും. എങ്കിൽ തന്നെയും നല്ലൊരു മത്സരം, IPL ഏറ്റവും ആവേശമായ ഒരു മത്സരമായിരിക്കും ഇന്ന് നടക്കുക എന്ന് തന്നെ വിശേഷിപ്പിക്കും. കാരണം അവരുടെ ബോളർമാരും ബാറ്റർമാരും ഒരു തുല്യ ശക്തികൾ തന്നെ. ഇപ്പൊ KL രാഹുലൊക്കെ ഫോമിലോട്ട് വരേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മത്സരവും അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്തെങ്കിലും അവർക്ക് വിജയത്തിലോട്ട് എത്താൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ മത്സരം അവർക്കൊരു വിജയപാതയിലോട്ട് മത്സരം മാറും. അത് മാത്രമല്ല നല്ല ഒരു രീതിയിൽ അവരുടെ ബാറ്റർമാരും ബോളർമാരും പെർഫോം ചെയ്യുകയാണെങ്കിൽ പഞ്ചാബിന് അതൊരു തടങ്ങ് തന്നെയായിരിക്കും. എന്തായാലും പഞ്ചാബിനെ നമുക്ക് ഒരിക്കലും കുറഞ്ഞു കാണാൻ സാധിക്കില്ല. ശിഖർ ധവാൻ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തു, നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരം തീർത്തും ഒരു തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇന്നത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ മുൻ ഓപ്പണർമാരാണ് ഇരു താരങ്ങളും. ഇപ്പോൾ ശിഖർ ധവാൻ ഇപ്പോൾ ഭാരതത്തിന്റെ ഓപ്പണിംഗ് നിരയിൽ അത്ര സജീവ സാന്നിധ്യമല്ല. പക്ഷേ KL രാഹുലിന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഇനി വരുന്ന മത്സരങ്ങളൊക്കെ നിർണായകമാണ്. കാരണം അദ്ദേഹം ഭാരത ടീമിന് വേണ്ടി അതായത് ഇനി മത്സരങ്ങൾ കളിക്കുന്ന താരമാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇരു താരങ്ങളും ഒരു ഭാരതത്തിന്റെ ഓപ്പണർ ആയിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് ആയിരിക്കില്ലേ ലക്ഷ്യം വെക്കുന്നത്? അല്ല, ശിഖർ ധവാന്റെ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു തിരിച്ചുവരവ് ശിഖർ ധവാന് ഭാരതത്തിന് വേണ്ടി കളിക്കാൻ സാധിക്കുന്നത്. കാരണം ധാരാളം ഓപ്പണേഴ്സ് ഇപ്പോ ജയ്സ്വാൾ ആയാലും എല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. ഇനി രോഹിത് ശർമ്മ മാറിയാലും പുതിയ താരങ്ങള്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല താരങ്ങളും ഇപ്പോൾ ടീമിൽ വരുന്നു. അപ്പൊ ശിഖർ ധവാൻ ഒരു പരിചയസമ്പന്നായ മുൻ ഭാരതത്തിന്റെ താരം. പക്ഷെ KL രാഹുൽ അങ്ങനെയല്ല. KL രാഹുൽ ഇനി ധാരാളം വർഷങ്ങൾ ഇപ്പൊ T20 ലോകകപ്പിലൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹമായിരിക്കും വിക്കറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു റോൾ അങ്ങനെയാണ്. അപ്പൊ KL രാഹുലിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ അധികം മുന്നിലാണ്. പക്ഷെ പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശിഖർ ധവാന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കളിക്കാം. പക്ഷെ IPL ആണ്, ഓരോ മത്സരവും നിർണായകമാണ്. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് എന്നുള്ളത് ഇനി എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ മറ്റുള്ള യങ്സ്റ്റേഴ്സിന്റെ ഒരു പ്രസൻസും എല്ലാം നോക്കുമ്പോൾ, പക്ഷെ ടീമിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും പഞ്ചാബിലെ യുവതാരങ്ങൾക്ക് കൂടുതൽ അതൊരു പ്രചോദനമായിരിക്കും. അവർക്ക് വിജയത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് പുറത്തെടുക്കാനായിട്ട് ശിഖർ ധവാനെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിന്റെ ആ ഒരു ക്യാപ്റ്റൻസി മികവ് തീർച്ചയായിട്ടും ഗുണം ചെയ്യും.
വളരെ വ്യക്തമാണ് സാർ. നമ്മുടെ ഇത്രയധികം സമയം നമ്മളോട് സംബന്ധിച്ചത് പി രംഗനാഥനായിരുന്നു. നമുക്ക് ഇത്രയധികം IPLന്റെ വിശദമായ വിവരങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ ബാംഗ്ലൂരു പരാജയപ്പെട്ടു, കൊൽക്കത്ത മികച്ച വിജയം സ്വന്തമാക്കി. ഇന്ന് ലക്നൗ പഞ്ചാബ് പോരാട്ടമാണ്. ഇന്നത്തെ IPL ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ ദിവസം വീണ്ടും കാണാം. നമസ്തേ.